അതിവേഗ പാതയിൽ വായുസേനാ വിമാനത്തിൽ പറന്നിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുപിയിലെ പൂർവാഞ്ചൽ അതിവേഗ പാത ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു പ്രധാനമന്ത്രി. വായുസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലിസ് വിമാനത്തിലാണ് മോദി പറന്നിറങ്ങിയത്. 22,500 കോടി രൂപ ചിലവിട്ട് കേവലം 3 വർഷം കൊണ്ട് നിർമ്മിച്ച 6 വരിയുള്ള എക്സ്പ്രസ് വേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഭിമാന പദ്ധതിയായിരുന്നു. ഭീമൻ വിമാനത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിയെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് സ്വീകരിച്ചാനയിച്ചത്. UP തലസ്ഥാനമായ ലക്നൌവിനെയും ഗാസിപൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതയ്ക്ക് 341 കിലോമീറ്റർ നീളമുണ്ട്. പൂർവാഞ്ചൽ അതിവേഗ പാത 9 ജില്ലകളിലൂടെയാണ് കടന്നുപോകുന്നത്. UPയിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വൻകിട പദ്ധതി യാഥാർത്ഥ്യമായത്. പ്രധാനമന്ത്രിയുടെ വിമാനം പറന്നിറങ്ങിയതിന് പിന്നാലെ രാജ്യത്തിന്റെ ആകാശ അതിരുകൾ കാക്കുന്ന കരുത്തരായ വ്യോമസേനയുടെ സുഖോയ് മിറാഷ് വിമാനങ്ങളും എക്സ്പ്രസ് വേയിൽ പറന്നിറങ്ങി. പിന്നാലെ യുദ്ധവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും അരങ്ങേറി. 2018-ൽ ഈ പദ്ധതിക്ക് തറക്കല്ലിടുമ്പോൾ ഇതുപോലെയൊരു യുദ്ധവിമാനത്തിൽ വന്നിറങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്ന് മോദി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ വിജയകരമായി പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ പൂർത്തിയാക്കിയ UP മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞ് അദ്ദേഹം അഭിനന്ദിച്ചു. ഇനി ഏത് അടിയന്തരാവസ്ഥയിലും പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ വ്യോമസേനയ്ക്ക് കരുത്താവും. നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഉടൻ ഈ എക്സ്പ്രസ് വേയിൽ വന്നിറങ്ങും, പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലയിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്ത ശേഷം ഇന്ത്യൻ വ്യോമസേന 45 മിനിറ്റോളം അഭ്യാസങ്ങൾ നടത്തി കാണികളെ വിസ്മയിപ്പിച്ചു. इसी तरह से हमारे लड़ाकू विमान एक मिशन को पूरा करके दूसरे मिशन के लिए तैयार होते हैं। इस त्वरित कार्यवाही का प्रदर्शन आप सभी के सामने किया जाएगा। इस विमान के पायलट हैं ग्रुप कैप्टन प्रणव राज।